നമസ്കാരം എല്ലാവർക്കും. പള്ളിക്കൊന്നല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ്. അപ്പോൾ ഞാൻ ഇന്നലെ അരുണാചൽ പ്രദേശിലേക്ക് കിടക്കണ വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അരുണാചൽ പ്രദേശിൽ ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ലോഡ് ഇറക്കാൻ പോയിക്കൊണ്ടിരിക്കുക. കണ്ണസ്രാങ്കാണ് വണ്ടി ഓടിക്കുന്ന കാലത്ത്. കണ്ണേ നോക്ക്. നമ്മളിപ്പോൾ അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ യാത്രയാണ്. അപ്പോൾ എന്താ വഴിയൊക്കെ നോക്കിയ ഇതേ അവസ്ഥയാണ് വഴി. നോക്കിയേ കവുങ്ങുന്തോട്ടം, നോക്കിയേ കവുങ്ങുന്തോട്ടം. വെൽക്കം ടു റയാഗ്. റയാഗ് കയറ്റിയെടുത്തു, ഒതുക്കിയെടുത്തു. വണ്ടി കിടക്കില്ലേ, വണ്ടി തട്ടും. വെൽക്കം ടു റയാഗ്. നോക്കിയാ നോക്കണം. കണ്ടോ, ഇതാണ് ആ സംഭവം. പതുക്കെ പതുക്കെ പോരെ 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 പോരെ. ഇതാണ് മറ്റേ അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളാണത്. നമ്മളിപ്പോൾ യാത്ര റോഡിൻ്റെ ഒക്കെ അവസ്ഥ നോക്കിയേ. പ്രശ്നമില്ല, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അതിനെല്ല ഗ്രാമങ്ങളൊക്കെ കേട്ടോ, നല്ല അടിപൊളി ഗ്രാമങ്ങളും വീട്ടിലൊക്കെയാ. പക്ഷെ മൊബൈൽ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അത് കാരണമാണ് നമുക്ക് ജെർക്കിയാണ് കാരണം എടുക്കാൻ പറ്റാത്ത. ആഴി ആചാതി കുഴിയല്ലേ വണ്ടിക്ക്, അല്ലെങ്കിൽ തന്നെ വണ്ടിക്ക് കുലുക്കും കൂടുതൽ. ഗ്രാമങ്ങൾ, നമ്മൾ അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര കേട്ടോ. ഒരു വെറൈറ്റി പാലം കണ്ട. മേഘാലയയിൽ പോയപ്പോ മരപ്പാലായിരുന്നു. ഇവിടെ മരത്തിന്റെ പോലെ, ഇവിടെ കോൺക്രീറ്റ് പോലെ തന്നെയാ. രസം എന്തായാലും പറയണ്ടേ. ആ പാലത്ത് നോക്കി കയറുന്ന ഒരു വെറൈറ്റി. ഇപ്പൊ അതൊക്കെ ചെറിയ കുഴി, മുളക്കാടുകളുണ്ട്, മുളങ്കാടുകൾ. അതൊക്കെ സർക്കാരുകളുണ്ടോ അല്ലേ? നോക്കണ്ട, കാട് പോലത്തെ സ്ഥലങ്ങളാണ്. വഴിയുടെ അവസ്ഥ ജാതി ശോകമായിക്കൊണ്ടിരിക്കാനുള്ള. നമ്മൾ മേഘാലയ പോയപ്പോഴും തന്നെയായിരുന്നു. പക്ഷെ മേഘാലയയിലും പിന്നെ വഴിക്ക് നല്ല വഴിയായിരുന്നു, വീതിയില്ലെങ്കിലും. നമ്മുടെ യാത്ര അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലൂടെയാണ് കേട്ടോ. നമ്മളങ്ങനെ ലോഡ് ഇറക്കുന്ന ഭാഗങ്ങളായിട്ടാ. ആഹാ, വഴിക്ക് ഒന്നും കൂടെ വികസനം കൂടി. അതിനകത്തുള്ള പൈപ്പില്ലേ, ഇതിന്റെ അടിയിലുള്ള പൈപ്പ് നടന്നു പോകും കേരളത്തിൽ. രണ്ട് വണ്ടി പോലെ, ഒരു വണ്ടിയെ പോകുന്നു. അത് വഴി കേട്ടോ. നമ്മളവിടെ ചെല്ലുമ്പോൾ മറ്റേ ഡ്രൈവറിനെ ആൾക്കാർ മാലിടും. അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കുവോ? ഇങ്ങനത്തെ വെറൈറ്റി വഴി കൂടെ ഡ്രൈവർ വണ്ടി ഓടിച്ചു വരുന്നത്. ഭാഗ്യം ഞാൻ മോളിൽ നിന്ന് ആയിട്ട് ഇറങ്ങിയിരുന്നത്. ഇതെന്ത് പണിയാട്ടത്? നമ്മുടെ വണ്ടി ലോഡറൊക്കെ വന്നിടത്ത് നമ്മുടെ ഒരു ബായിനെ കണ്ടു. ആ ബായിയുടെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മുടെ കണ്ണനെ ചോദിച്ചു, നമുക്ക് കണ്ണനെ കൊണ്ട് ചോദിപ്പിക്കാം. കണ്ണനെ നന്നായിട്ട് ഹിന്ദി അറിയാം. ചോദിച്ചോ, നോക്കിയേ. അത് പുറത്തേക്ക് എടുക്കാൻ പറയും. മിലിറ്ററിക്കാർ വന്നൂടെ, വേറെ സാറുമാർ വന്നൂടെ മിലിറ്ററിക്ക്.
ഇല്ല അവർ ഡ്യൂട്ടിയില്ല ഇല്ല അവർ ഡ്യൂട്ടിയില്ല അവരെടുക്കാൻ പറ്റില്ല അവരെടുക്കാൻ പറ്റില്ല. അവരയാളെയും കൂട്ടി പോവാ മിലിറ്ററിക്കാർ. ഞാൻ ആ കത്തിയുടെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നേ. അപ്പോൾ അവരെന്തോ ഇവിടെ എന്തോ ഫയറിങ്ങിൻ്റെയോ, അതായത് വെടിവെപ്പ്, അതായത് അത് ഫയർ ചെയ്യാനുള്ള എന്തൊരു സാങ്ഷൻ അങ്ങനെ എന്തോ ഇതിനു വേണ്ടി വന്നാന്ന് പറഞ്ഞ. അപ്പോൾ അയാൾ ഇപ്പോൾ ആ സാധനം ആ ആയുധങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടായിരുന്നു ഞാനൊന്ന് വെച്ചത്. നമ്മളാ ഓർഡർ എടുക്കാൻ വന്നിടത്ത നേഴ്സറിയാണ് കേട്ടോ. എനിക്ക് ആ നേഴ്സറിയുടെ ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. ഞാനവിടെ ലോഡ് കയറ്റിയപ്പോഴും പറഞ്ഞല്ലോ, അത് കാരണം അതിൻ്റെ കാര്യങ്ങളൊന്നും ഇടാത്തതാണ്. അതാണ് നമ്മുടെ ലോഡ് ഇറക്കണതും നമ്മൾ വീഡിയോ എടുക്കാത്ത. ഇതാണ് ആ നേഴ്സറി. കുഴപ്പമില്ല, പെട്ട സെറ്റപ്പാ. ഞാൻ ഈ നേഴ്സറിയിലേക്ക് ആദ്യമായിട്ടാണ് പറഞ്ഞാട്ടെ, ഈ ഭാഗത്തേക്ക്. സാറിന് ഞാൻ ആളുടെ ലോഡും കൊണ്ട് മേഘാലയ പിന്നെ ദിംപ്രൂഘട്ട് ആ ഭാഗങ്ങളിലേക്കൊക്കെ പോവാറ്. ഇങ്ങോട്ട് വരുന്ന ആദ്യമായിട്ടാണ്. ആളെ ഇപ്പോൾ ഇവിടെ ഭാര്യ വീണ്ടും കിട്ടി. കത്തി കണ്ടോ കേട്ടോ, കത്തി. सर ये आपका नाम? मेरा नाम नमक सरो. आपका ये अरुणाचल का? अरुणाचल का. എന്താണ് കത്തി, എന്താണ് സംഭവം? ये जो पूछ रहे हैं, मतलब ये जो कहाँ, ये क्या चीज़ से पूछ रहे हैं? उसको हम लोग अयोग बोलता है. अयोग हिंदी में दाव या इंग्लिश में भी दाव बोलते हैं. हाँ. उससे हम लोग जहाँ पहाड़ जाएगा, जंगल जाएगा, जो भी करे, ये मेरा हथियार है. अच्छा. इसके बिना हम लोग जाता नहीं है. हाँ. ये जैसा हम लोग का फोर्स का एक बंदूक होता है, हाँ. हम लोग का आदि में यही बंदूक है हम लोग का. अच्छा, आपका आदि सबका आदि का सबका पास रहता है. हाँ. ആള് പറഞ്ഞ ആൾക്ക് ഇവർക്ക് കാട്ടിൽ കൂടെ പോകുമ്പോൾ ഇവിടെ പോയാലും ഇവർ കൊണ്ടു നടക്കും. ആദ്യം ഇവരുടെ കാസ്റ്റ് ഇല്ലേ, അതിനകത്ത് എല്ലാവർക്കും ഇത് പെർമനന്റ് ആയിട്ട് പെർമനന്റ് കൊടുക്കും. നടക്കുന്നത് ജംഗിളിലൊക്കെ പോകുന്ന സമയത്തും എല്ലാവർക്കും കൊണ്ടു കൊടുക്കാം. ഇവരെ ഹത്യാറാണിത്. ഹത്യാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ വെപ്പൺ, ഇവരുടെ ആയുധം. അപ്പൊ ഞാൻ ഇവർക്കിത് മറ്റേ കൊണ്ടുവന്നത് ഇങ്ങനെ പോലീസുകാർ പിടിക്കാൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ये तो मेरा ट्रेडिशन है, ये मेरा रीति रिवाज है ना. ये लेके तो आदमी को अटैक करेगा, ये बात नहीं. ये हमारा सेफ्टी के लिए है. जंगल जाएगा, जैसा जानवर कोई ये अटैक करेगा तो भी हम लोग सेफ्टी के लिए जाते हैं. നമ്മളെ ഇപ്പൊ ഈ സർദാർമാരും ഒരു ചാക്കും അവരുടെ കയ്യിൽ വെക്കുമല്ലോ, അത് सरदार का जैसा जो उनका पास एक चाकू रहता है ना, उस जैसा. ये हम लोग का हथियार है. इससे तो हम लोग आदमी को मारेगा, ये तो बात तो नहीं है. थोड़ा मार निकाल मारेगा, ये बात नहीं है. ഇതാണ് ആ സാധനം കണ്ട ഇതാണ്. അത് ഇവർക്ക് ഗവൺമെന്റ് പാസും അലൗഡും എല്ലാം കൊടുത്തിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ हम लोग का तो सारा इसमें നോക്കിയേ സാധനം നല്ല മൂർച്ചേട്ടോ. നോക്കിയേ സാധനം വെറുതെ ചോദിക്കൊണ്ടിരിക്കണ. इसके बिना तो हम लोग जंगल जाता ही नहीं. जहाँ भी घर से निकला मतलब ये അത് ഇവർക്ക് ഇതില്ലെങ്കിൽ ഇവർക്ക് കാട്ടിക്കൂടെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റത്തില്ല എന്നാണ് ആൾ പറഞ്ഞത്. സാധനം ഞാൻ ഇത്ര പൗചല്ലേട്ടോ പവർ. നല്ല മൂർച്ച. ഓക്കെ, അത്രയാ നല്ലൊരു മുള കഷ്ണം സിമ്പിളായിട്ട്. ഓക്കെ ജി, താങ്ക് യു. നമ്മളെ ലോഡെടുക്കാൻ വന്ന പാർട്ടി നമ്മൾ നേരത്തെ തോക്ക് ഇതൊക്കെ പിടിക്കണില്ലേ, ആളുടെ വീടാട്ടത്. ആളുടെ വീടാണ്, അവരുടെ വീട് സെറ്റപ്പാണ് ഇതൊക്കെ. വെച്ചാൽ ഈ ഏരിയ സ്ഥലങ്ങൾ മൊത്തം ആളുടെയാണ്. അതായത് ഏക്കർ കണക്കിന് സ്ഥലം. നേരത്തെ നമുക്ക് ആ തോക്കല്ല, മറ്റേ കത്തി പോലത്തെ ഒരു സാധനം കാണിച്ചു തന്നില്ലേ, ആ ബായുടെ സ്ഥലങ്ങളാണ് മുഴുവൻ. ഏതാണ്ട് 19 ഏക്കർ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ആൾ താമസിക്കുന്ന വീടുമാണ്, നമ്മൾ ഈ കാണുന്ന ആൾ താമസിക്കുന്ന വീടുമാണ്.